Hi uncles, welcome back to NVD class. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താന്ന് പറഞ്ഞു, അതേപോലെ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് വരിക, കാരണം ബേസിക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഫിസിക്സിലെ ഏറ്റവും ബേസിക്സ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ കാര്യം അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ +1 ആണെങ്കിലും +2 ആണെങ്കിലും അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ കൺസെപ്റ്റ് ഏതെന്ന് വെച്ചാൽ ഡയമെൻഷൻസ്. അപ്പൊ ഈ ഡയമെൻഷൻ എന്തെന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ ഡയമെൻഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറയാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷൻ ആക്കി റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്, അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ എന്ത് പറയാം, ഡയമെൻഷൻ എന്താന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇവയ്ക്കൊക്കെ എന്തുണ്ട്? ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എങ്ങനെ ഡയമെൻഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ട് ഡയമെൻഷൻ എന്താന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കോളം വരയ്ക്കുകയാണ്. അതിൽ ആദ്യത്തെ കോളത്തിൽ ഫണ്ടമെന്റൽ PQ എന്ന് കൊടുക്കുകയാണ്, കാരണം നമ്മൾ ഡയമെൻഷൻ ആക്കാൻ പോകുന്ന സാധനമാണ്. പിന്നെ അടുത്ത കോളത്തിൽ നമ്മൾ ഡയമെൻഷൻസ് കൊടുക്കും. ഡയമെൻഷൻ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. ആദ്യം നിങ്ങൾക്കറിയാം മാസിനെ നമ്മൾ ഡയമെൻഷൻ ആക്കുക എന്ന് വെച്ചാൽ ഈ മാസിന്റെ ആദ്യത്തെ ലെറ്റർ ഇടും M, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ആക്ച്വലി ഒരു ഡയമെൻഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ മാസിനെ ഡയമെൻഷൻ ആയിട്ട് കാണിക്കല്ലെങ്കിൽ M സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് ഇടാം. അതേപോലെ മാസ് കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? ലെങ്ത്. ലെങ്ത്തിന് നമ്മൾ ആദ്യത്തെ ലെറ്റർ എടുക്കും, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടും, ലെങ്ത്. ഇതാണ് ലെങ്ത്തിന്റെ ഡയമെൻഷൻ. ഇനി ടൈമിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ലെറ്റർ എടുക്കും, T, ക്യാപിറ്റൽ ആക്കാം, T. ആദ്യത്തെ ലെറ്റർ എടുക്കും T, എന്നിട്ട് T സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട ടൈമിന്റെ ഡയമെൻഷൻ. ഇങ്ങനെയാണ് നമ്മൾ ടൈമിന്റെ ഡയമെൻഷനെ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ മാസ്, ലെങ്ത്, ടൈം. അടുത്ത് ടെമ്പറേച്ചർ നമ്മൾ T ഓൾറെഡി ടൈം എടുത്തോണ്ട് നമ്മൾ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആയിട്ടുള്ള കെൽവിന്റെ K ആണ് നമ്മൾ എടുക്കുക, K സ്ക്വയർ ബ്രാക്കറ്റ്. ഇതാണ് എന്ത്? ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ. ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ. ഇനി അടുത്തത് വരുന്നത് ഇലക്ട്രിക് കറണ്ട് നമ്മൾ ആംബിയറിന്റെ A ആണ് എടുക്കുക. ഇതാണ് ഇലക്ട്രിക് കറണ്ട്, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഡയമെൻഷൻ ആയി. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ മോൾ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഇതാണെന്ത്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ. അടുത്തത് ലാസ്റ്റ് വൺ, ലൂമിനസ് ഇന്റൻസിറ്റി. ഡയമെൻഷൻ നമ്മൾ കാണിക്കുക J എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട്, J. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീന്റെ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ കാണിക്കുക. മാസിനെ M സ്ക്വയർ ബ്രാക്കറ്റ്, ലെങ്തിനെ L സ്ക്വയർ ബ്രാക്കറ്റ്, ടൈമിനെ T സ്ക്വയർ ബ്രാക്കറ്റ്, ടെമ്പറേച്ചറിന്റെ കെൽവിന്റെ K സ്ക്വയർ ബ്രാക്കറ്റ്, ഇലക്ട്രിക് കറന്റിന്റെ ആംബിയറിന്റെ A സ്ക്വയർ ബ്രാക്കറ്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ സ്ക്വയർ ബ്രാക്കറ്റ്, ലൂമിനസ് ഇന്റൻസിറ്റി J സ്ക്വയർ ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീന്റെ ഡയമെൻഷനെ നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ അല്ല? അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിലാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യാന്ന് മനസ്സിലാക്കിക്കോളുക, ഡയമെൻഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് മനസ്സിലാക്കുക. വേണമെങ്കിൽ ഞാൻ അവിടെ എഴുതാം, സ്ക്വയർ bracket is used to represent dimension. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്തായാലും ഇത് ഒന്ന് വ്യക്തമായിട്ട് കോളൊക്കെ വരച്ച് നോട്ട്സിൽ എഴുതിയെടുക്കുക. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡയമെൻഷൻ എന്ന് പറയാൻ പോവാണ്. അപ്പോൾ ഡയമെൻഷൻ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഡയമെൻഷൻസ് ആർ പവേഴ്സ് to which fundamental
fundamental units are raised in order to get units of derived physical quantities. അപ്പോൾ എന്താണ് ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഡയമെൻഷൻസ് ആർ പവേഴ്സ് ടു വിച്ച് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ റേസ്ഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റേസ് ചെയ്യാണ്. ആ റേസ് ഉയർത്തുക. എന്തിനെ റേസ് ചെയ്യുക? പവേഴ്സിനാണ് റേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പവേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡയമെൻഷൻ. ഒന്നുകൂടെ പറയാം, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പവറാണ്. എന്തിന്റെ പവറാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ പവറാണ്. ആ പവറിനെ നമ്മൾ എന്ത് ചെയ്യും? റേസ് ചെയ്യും, ഉയർത്തും. എന്തിനു വേണ്ടിയിട്ട്? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പവറിനെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ പവറിനെ നമ്മൾ എന്ത് ചെയ്യും? റേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ പവറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡയമെൻഷൻ. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്യും. അപ്പൊ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നമ്മൾ ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സാമ്പിൾ ആണ്. ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയും ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? അതേപോലെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു നീളല്ലേ, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ നിങ്ങൾ എങ്ങനെ എഴുതുക? എൽ എന്നല്ല എഴുതുക. അതേപോലെ ബ്രെഡ്ത്തും ഒരു നീളല്ലേ, അതിന്റെ ഡയമെൻഷൻ എങ്ങനെ എഴുതുക? എൽ എന്നല്ല എഴുതുക. അപ്പൊ എൽ ഇൻറ്റു എൽ എന്നല്ലേ വരിക. അത് നമുക്ക് ചെയ്താൽ എന്താ കിട്ടുക? എൽ സ്ക്വയർ എന്നല്ലേ കിട്ടുക, അല്ലെ? അപ്പോ ഇവിടെ L⁻1 ഉണ്ട്, ഇവിടെ L⁻1 ഉണ്ട്. ആ L⁻1 കൂടെ ചേരുമ്പോ എന്തായി? L⁻2 ആയി, അല്ലെങ്കിൽ L സ്ക്വയർ ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലിന്റെ പവർ ഡയമെൻഷൻ എന്താ? 2 ആണ്. കേട്ടോ, 2. മനസ്സിലായല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് L സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ L സ്ക്വയർ എന്ന് കിട്ടിയാൽ അതാണ് എന്തിന്റെ ഡയമെൻഷൻ? നമ്മുടെ ഏരിയ ഡയമെൻഷൻ. അപ്പോൾ ഇത് L സ്ക്വയറിന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയടിക്ക് ഇതിനെ യൂണിറ്റ് എഴുതാൻ പറ്റും. ഇതിന്റെ യൂണിറ്റ് എന്താ? നമുക്ക് തന്നെ പറയാൻ പറ്റും. ലെങ്ത് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. അപ്പോ സ്ക്വയർ ഉണ്ട്, അപ്പൊ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. കണ്ടാ, ഒറ്റയടിക്ക് എനിക്ക് എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പവറിനെ റേസ് ചെയ്തുകൊണ്ട് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഞാൻ കണ്ടെത്തി. ആ ഡയമെൻഷനിൽ നിന്ന് ഒറ്റയടിക്ക് എന്ത് എഴുതാൻ പറ്റും? എനിക്ക് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് എനിക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോ നമ്മള് സ്വാഭാവികമായിട്ട് ഇതിനെ L സ്ക്വയർ എന്ന് എഴുതാം, തെറ്റൊന്നുമില്ല സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത്. പക്ഷെ ഇവിടെ എമ്മും മൂന്നെണ്ണാണ് ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. അത് എമ്മും എല്ലും ടിയും ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? m⁻0 L സ്ക്വയർ T⁻0 എന്നും കൂടെ എഴുതാം. തെറ്റൊന്നുമില്ല. കാരണം m⁻0 1 ആണ്, T⁻0 1 ആണ്. അപ്പൊ എമ്മും എല്ലും ടിയും കൂടെയാണ് നമ്മൾ ജനറലി ഡയമെൻഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ എമ്മും ടിയും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ m⁻0 T⁻0 1 ആണ് രണ്ടും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ തെറ്റൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? ഡയമെൻഷൻ. ഈ ഒരു എക്സാമ്പിൾ അടുത്ത് 1, 2 ഏരിയ കഴിഞ്ഞ് ഇനി അടുത്ത വോളിയം. വോളിയം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേഷൻ എന്താണ്? L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. വോളിയം ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഫണ്ടമെന്റൽ ലെങ്ത്. ബ്രെഡ്ത്തും ഒരു ലെങ്ത് ആണ്, ഹൈറ്റും ഒരു ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? L ഇൻറ്റു L എഴുതാം. അപ്പോൾ ഡയമെൻഷൻ എന്തായി? L3. റെഡി? അപ്പൊ യൂണിറ്റ് എന്താണ്? ലെങ്ത്തിന് യൂണിറ്റ് മീറ്റർ ക്യൂബ്. സിമ്പിൾ, ഒറ്റയടിക്ക് എഴുതാം. അപ്പൊ അതായി രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏരിയ. വോളിയം അല്ലല്ലോ ഇത്. വോളിയം. ഓക്കെ, കറക്റ്റ് ആണ്, വോളിയാണ്. ഏരിയ കഴിഞ്ഞ വോളിയം. പിന്നെ നമുക്ക് അടുത്ത് ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി ഇക്വേഷൻ എന്താ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ അല്ലേ? മാസിന്റെ ഡയമെൻഷൻ എന്താ? നിങ്ങൾക്ക് അറിയാം, എം ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ വോളിയം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് L3. അപ്പോൾ L3 മുകളിലേക്ക് പോയി, അപ്പൊ മൈനസ് ആയി. മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും പവർ. അപ്പോൾ L⁻3. ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ, നമ്മുടെ ഡെൻസിറ്റി ഡയമെൻഷൻ. യൂണിറ്റ് ഒറ്റയടിക്ക് എഴുതാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ. ഇവിടെ പവർ നോക്കുക, പവർ എത്രയാണ്? -3.
മീറ്റർ റേസ് ടു -3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ മാസ്, ലെങ്ത്, ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിറൈവ്ഡ് വെലോസിറ്റി, സ്പീഡ് ഏതാ? സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞു? ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ലെങ്ത് അല്ലേ, L. ടൈം T, സംശയമൊന്നുമില്ല, T. ഇത് 1 ഉണ്ടാവും, മുകളിലേക്ക് പോകുമ്പോൾ -1 ആവും. LT റേസ് ടു -1. ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ, നമ്മുടെ സ്പീഡിന്റെ ഡയമെൻഷൻ. വിച്ച് ഈസ് ഈക്വൽ ടു യൂണിറ്റ് എങ്ങനെ എഴുതാം? ലെങ്ത്തിന്റെ മീറ്റർ, ടൈമിന്റെ സെക്കൻഡ്. മീറ്റർ സെക്കൻഡ് റേസ് ടു -1. അതാണ് ഇതിന്റെ യൂണിറ്റ്, നമ്മുടെ സ്പീഡിന്റെ യൂണിറ്റ്. ഓക്കെ അല്ലേ? അടുത്ത 5 വെലോസിറ്റി. ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, നീളം. അപ്പൊ ഡയമെൻഷൻ L ഡിവൈഡഡ് ബൈ ടൈം എന്താണ്? T, ഡയമെൻഷൻ T. വിച്ച് ഈസ് ഈക്വൽ ടു നേരേക്ക് മുകളിലേക്ക് പോകും T, ഇവിടെ 1 ഉണ്ടാവും, മുകളിലേക്ക് പോകും -1 ആവും. LT റേസ് ടു -1. യൂണിറ്റ് എന്താ വരിക? മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ അല്ലേ? 6 മൊമെന്റം. ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. നമ്മൾ ഷോർട്ടായിട്ട് P = mv എന്ന് എഴുതാറുണ്ട്. അപ്പോൾ നോക്കൂ, മാസിന്റെ ഡയമെൻഷൻ എന്താണ്? M അല്ലെ? വെലോസിറ്റി ഡയമെൻഷൻ ഓൾറെഡി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, LT റേസ് ടു -1. അപ്പോൾ മൊമെന്റിന്റെ ഡയമെൻഷൻ ആയി. ഇനി യൂണിറ്റ് പറഞ്ഞ എന്താന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. മാസിന്റെ കിലോഗ്രാം ആണ്, ലെങ്ത് മീറ്റർ, ടൈം സെക്കൻഡ്, ഇവിടെ -1 ഉണ്ട്. അപ്പോൾ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷനെ നിങ്ങൾക്ക് എങ്ങനെ ഡയമെൻഷനിലാക്കി മാറ്റുക എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്നിട്ട് ഡയമെൻഷനാക്കി മാറ്റിയ ശേഷം അതിന്റെ യൂണിറ്റും കൂടെ എഴുതാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് അറിയേണ്ടത്. വെറുതെ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇക്വേഷൻ എങ്ങനെ തന്നിട്ട് ആ ഇക്വേഷൻ എങ്ങനെ ഡയമെൻഷൻ ആക്കി മാറ്റുക എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും? കുറെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചേർന്നിട്ടല്ലേ ഡിറൈവ്ഡ്. അപ്പൊ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് നമ്മളവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ആ ഡയമെൻഷനിൽ നിന്ന് യൂണിറ്റ് എന്ത് ചെയ്യുക? കണ്ടെത്തുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പവേഴ്സ് ആണ്. എന്തിന്റെ പവർ? ഡിറൈവ്ഡ് യൂണിറ്റിന്റെ പവർ ആണ്, ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ പവർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റേസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് എഴുതിയെടുത്തോ. നമുക്ക് ഇനിയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്തിയിട്ട് യൂണിറ്റ്സ് ഒക്കെ എഴുതാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇനി കുറെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും ഡയമെൻഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ അല്ലേ? അപ്പൊ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു നമുക്കറിയാം വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സലറേഷൻ A ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ഡയമെൻഷൻ എന്താ? LT റേസ് ടു -1 ഡിവൈഡഡ് ബൈ ടൈം T ആണ് അല്ലെ? വെലോസിറ്റി ഡയമെൻഷൻ LT റേസ് ടു -1, ടൈമിന്റെ ഡയമെൻഷൻ T. അപ്പോൾ ഈ T ഇവിടെ T റേസ് ടു 1 ഉണ്ട്, അത് മുകളിലേക്ക് പോകുമ്പോൾ LT റേസ് ടു -1 ഇൻറ്റു T റേസ് ടു -1. അപ്പൊ ഇവിടെ രണ്ട് ഒരേ സാധനം വന്നു. പവേഴ്സ് മുകളിൽ നോക്കുക, പവേഴ്സിന് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ എന്താ വരിക? LT റേസ് ടു -1 പ്ലസ് -1 വരിക. അപ്പോൾ LT റേസ് ടു -2. അതാണ് ഇതിന്റെ ഡയമെൻഷൻ, നമ്മുടെ വെലോസിറ്റി ഡയമെൻഷൻ. യൂണിറ്റ് എന്താണ്? ലെങ്ത്തിന്റെ ഡയമെൻഷൻ അല്ല, യൂണിറ്റ് മീറ്റർ ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഓക്കെ അല്ലേ? അതാണ് എന്ത്? നമ്മുടെ വെലോസിറ്റി. ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലെ? മാസിന്റെ ഡയമെൻഷൻ M ആണ്. ആക്സലറേഷൻ ഡയമെൻഷൻ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, LT റേസ് ടു -2. സെറ്റ്. അപ്പോൾ സുന്ദരമായിട്ട് ഇതിന്റെ യൂണിറ്റ് എഴുതാൻ പറ്റും. യൂണിറ്റ് എന്താ വരിക? മാസിന്റെ കിലോഗ്രാം, ലെങ്ത്തിന്റെ മീറ്റർ, ടൈമിന്റെ സെക്കൻഡ് റേസ് ടു -2. ഇതാണ് ഇതിന്റെ യൂണിറ്റ്. പക്ഷെ നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ന്യൂട്ടൺ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ന്യൂട്ടൺ
അതും ഫോഴ്സ് ന്യൂട്ടൺ തന്നെയാണ്. ഇതിനെ നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ട് ന്യൂട്ടന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിട്ട് പറയും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ റെഡി ആയി. ഇനി അടുത്ത് വർക്കിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ടൈമാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ടൈം അല്ല, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം അല്ല, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതാണ് ഇതിന്റെ ഇക്വേഷൻ വർക്കിന്റെ. അപ്പോ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഫോഴ്സിന്റെ ഡയമെൻഷനായി ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് അല്ലേ, നീളം, അപ്പൊ എൽ. അപ്പോൾ ഈ എല്ലും ചേർന്നിട്ട് എന്തായി, എൽ സ്ക്വയർ ആയി. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ എല്ലും ചേർന്നാൽ എന്തായി, എൽ സ്ക്വയർ ആയി. അപ്പൊ ഡയമെൻഷൻ എന്താ വരിക, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ അല്ലേ? നിങ്ങൾ പറയാ അതിന്റെ യൂണിറ്റ് എന്താണുള്ളത്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. അതാണ് എന്തിന്റെ യൂണിറ്റ്, വർക്കിന്റെ യൂണിറ്റ്. ഇതിനെ നമ്മൾ എന്തും പറയാറുണ്ട്, ജൂൾ എന്നും പറയാറുണ്ട്. വർക്കിന്റെ ജൂൾ, ജെ. ഓക്കെ, ഇനി പവറിന്റെ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇതാണ് പവർ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, വർക്കിന്റെ ഡയമെൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ ടൈമിന്റെ എന്താണ്, ടി അല്ലെ. ഇപ്പൊ ടി റേസ് ടു 1 മുകളിലേക്ക് പോകും. അപ്പൊ എന്താവും, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു -1. ഇവിടെ +1 മുകളിൽ പോകുമ്പോൾ -1 ആവും. അപ്പൊ -2 പവേഴ്സിന് ആഡ് ചെയ്യും. -2 + 1 -3. അപ്പോ എം എൽ സ്ക്വയർ ടി റേസ് ടു -3. ഓക്കെ അല്ലേ? ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ടൈമിന്റെ സെക്കൻഡ് റേസ് ടു -3. അപ്പൊ ഇതിന് നമ്മൾ വാട്ട് എന്നും പറയുന്നത്, വാട്ട്, W. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ തന്നെയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ തന്നെയാണ്, G എന്ന് പറയും. അപ്പൊ നമ്മൾ F = ma എന്ന് എഴുതാറില്ലേ, ഫോഴ്സ്. ഈ ആക്സലറേഷന് പകരം നമ്മൾ ഒരു വസ്തുവിനെ മുകളിൽ താഴത്തെ കിട്ടുകയാണെങ്കിൽ ആക്സലറേറ്റ് ചെയ്യും. അത് എന്തുകൊണ്ട് ആക്സലറേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഭൂമി ആകർഷിക്കുമ്പോൾ ആ വസ്തുവിന്റെ മുകളിൽ ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ആ ആക്സലറേഷൻ ആണ് നമ്മൾ G ആയിട്ട് പറയാറ്. അപ്പോൾ ആ ആക്സലറേഷൻ ഉണ്ടാവാൻ കാരണം ഭൂമി അതിനെ പിടിച്ച് ആകർഷിക്കുന്നുണ്ട്. ആകർഷിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷെ ഈ എക്ക് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം, G എന്ന് ഉപയോഗിക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ G = എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, G = F/m എന്ന് എഴുതാം. ഇതിന് കൊണ്ടുപോയാൽ എന്തായി, G = F/m. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ ഡയമെൻഷൻ കണ്ടെത്താം. ഡയമെൻഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിന്റെ ഡയമെൻഷൻ ആയിട്ട് തന്നെ കിട്ടും, ആക്സലറേഷന്റെ ഡയമെൻഷൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ നോക്കി നോക്കാം നമുക്കൊന്ന്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, അവിടെ ഉണ്ടല്ലോ ഫോഴ്സിന്റെ ഡയമെൻഷൻ, എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ എം. മാസിന്റെ ഡയമെൻഷൻ എം അല്ലേ, ഈ എം കട്ട് ചെയ്യാം. അപ്പൊ എന്തായി, എൽ ടി റേസ് ടു -2. കണ്ട, ആക്സലറേഷന്റെ ഡയമെൻഷനും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയമെൻഷൻ രണ്ടും ആക്സലറേഷൻ അല്ലേ, സെയിം ഡയമെൻഷൻ ആണ് വരിക, എൽ ടി റേസ് ടു -2. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ മീറ്റർ സെക്കൻഡ് റേസ് ടു -2. റെഡി അല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ ഡയമെൻഷൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ എല്ലാ സമയത്തും ഡയമെൻഷൻ എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതാൻ ശ്രമിക്കുക. അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? റെഡി. ഇനി അടുത്ത കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 12 mv². അവിടെ എം മാസ് ആണ്, വി എന്താണ്, വെലോസിറ്റി ആണ്. ഹാഫ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റുകൾക്ക് എന്തില്ല, നോ ഡയമെൻഷൻ ആണ്. അത് ഓർത്ത് വെച്ചോ, നോ ഡയമെൻഷൻ ആണ് എന്ത്, കോൺസ്റ്റന്റ്. ഫോർ കോൺസ്റ്റന്റ്സ്, സ്ഥിരസംഖ്യകൾക്ക് എന്തില്ല. ഇപ്പൊ നമ്പേഴ്സ് പോലുള്ള സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ അതിന് എന്തില്ല, ഡയമെൻഷൻ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്, അവിടെ അത് ഇല്ലാന്ന് വിചാരിച്ചാൽ മതി, 1 ഇട്ടാൽ മതി, 1 ആയിട്ട് വിചാരിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഡയമെൻഷൻ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കൊന്ന് ബാക്കിയുള്ളതിനെ കണ്ടെത്തി വെക്കാം. മാസ് എന്താണ്, എം. ഓക്കെ അല്ലെ? ഈ വി വെലോസിറ്റി ആണ്, വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്, ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലെ, ഇവിടെ 1 വരും. അപ്പൊ നിങ്ങൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, എം എൽ റേസ് ടു 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ടി റേസ് ടു 1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം ഈ സ്ക്വയർ എല്ലിനും ബാധകമാണ്, ടിക്കും ബാധകമാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പവറിന്റെ പവറാണ്.
പവറിന്റെ ഇപ്പോൾ നിങ്ങൾ എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പവറിനെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് റൈസ് ടു 6 എന്നാണ് എഴുതുക. പറഞ്ഞ മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പവേഴ്സിന്റെ പവർ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരിക? എം എൽ റൈസ് ടു 1 into 2 എന്താണ്? എൽ സ്ക്വയർ ടി റൈസ് ടു -1 into 2 -2. ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ, കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ. അപ്പോൾ അതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -2. ഇതാണ് ഡയമെൻഷൻ. ഇത് നമുക്ക് ജൂൾ എന്നും പറയാം. ജൂൾ എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് ജൂൾ എന്നും പറയും. ഓക്കെ അല്ലെ? ഇനി അടുത്ത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ്, ജി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് ഹൈറ്റ് ലെങ്ത്. അപ്പോൾ മാസിന്റെ ഡയമെൻഷൻ എം ആണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ എൽ ടി റൈസ് ടു -2 ആണ് ആക്സലറേഷന്റെ, ഇൻറ്റു ഹൈറ്റിന്റെ ഡയമെൻഷൻ എൽ ആണ്. അപ്പൊ ഇവിടെ L1 ഈ രണ്ട് എല്ലും കൂടെ ചേർന്നാൽ എൽ സ്ക്വയർ ആയി. അപ്പൊ എന്ത് വന്നു? ml സ്ക്വയർ ടി റൈസ് ടു -2. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യൂണിറ്റ് എന്താ വരിക? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -2, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജൂൾ എന്നും പറയാം. ജൂൾ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ പി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. എഫ് ബൈ എ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? എം എൽ ടി റൈസ് ടു -2 അല്ലെ? ഇവിടെ ഉണ്ടല്ലോ ml ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയ എന്താണ്? എൽ സ്ക്വയർ അല്ലെ? അപ്പൊ ഇവിടെ മുകളിൽ ഒരു എല്ലും ഉണ്ട്, അല്ലെ? മുകളിൽ ഒരു എല്ലും താഴെ രണ്ട് എല്ലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ ഈ ഒരു എല്ലും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ താഴത്തെ ഒരു എല്ല് മാത്രമായി, ആ എല്ലിനെ മുകളിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ മൈനസ് ആവും. അപ്പൊ എന്താ വരിക? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ, നമ്മുടെ പ്രഷറിന്റെ ഡയമെൻഷൻ. അതിന്റെ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് കിലോഗ്രാം മീറ്റർ റൈസ് ടു -1, ലെങ്ത്തിന്റെ മീറ്റർ, ടൈമിന്റെ സെക്കൻഡ് റൈസ് ടു -2. ഇതിനെ നമ്മൾ പാസ്കൽ എന്ന് പറയാറുണ്ട്. പ്രഷറിന്റെ യൂണിറ്റ് നമ്മൾ പാസ്കൽ, പി എ. ഇതും എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രഷറിന്റെ യൂണിറ്റ്. ഓക്കെ അല്ലെ? ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ഞാൻ പറയുന്ന സ്പെഷ്യൽ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യണം. ഇവിടെ വർക്ക് നോക്ക്, വർക്കിന്റെ ഡയമെൻഷൻ നോക്ക്, ഇതല്ലേ? അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ നോക്ക്, ഇതല്ലേ? അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഡയമെൻഷൻ നോക്കൂ, ഇതല്ലേ? ഈ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ സെയിം അല്ലേ? അപ്പൊ എക്സാമിന് ചോദിക്കാം ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ പേഴ്സ് ഏതാന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് വർക്കും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും, അത് ഞാൻ പിന്നെ ഇവിടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങൾ നോട്ടിൽ മറക്കാതെ എഴുതിയെടുത്തുള്ള ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഒരേ ഡയമെൻഷനിലുള്ള ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെയറായിട്ട് വർക്ക്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്നു, മുമ്പത്തെ സെഷനിൽ നമ്മൾ സ്പീഡും വെലോസിറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് എഴുതാം. എൽ ടി റൈസ് ടു -1. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് പിന്നെ രണ്ടും ആക്സലറേഷൻ ആയതുകൊണ്ടാണ് പിന്നെ ഞാനത് പറയാതെ രണ്ടിനും സെയിം ഡയമെൻഷൻ തന്നെയാണ്. അപ്പോ ഒന്നാമത്തെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോഴ്സ് അല്ല, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വർക്ക്, പിന്നെ വെലോസിറ്റിയും സ്പീഡും. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ ഇത് എഴുതിയെടുത്തോ, മനസ്സിലാക്കിയിട്ട് എഴുതാം കേട്ടോ. കൃത്യമായിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിരുത്തി നോക്കിയിട്ട് അതിനെ ഡയമെൻഷൻ ആക്കിയിട്ട് എങ്ങനെയാണ് അതിന്റെ യൂണിറ്റ് ആക്കുക എന്നുള്ളത് എഴുതി വെക്കുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ നമ്പറിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഓക്കെ? ഓക്കെ, കുറച്ച് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ്സ്, ഡയമെൻഷൻ ഒക്കെ നോക്കാൻ പോവാ. അപ്പോൾ ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ്. അപ്പോൾ ഫോഴ്സിന് നമുക്കറിയാം ml ടി റൈസ് ടു -2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. പിന്നെ ടൈമിന്റെ ടി, അപ്പോൾ എന്താ വരിക? ml ടി റൈസ് ടു ഇവിടെ 1 ഉണ്ടാവും, ടി റൈസ് ടു -1. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് കിലോഗ്രാം, മാസിന്റെ കിലോഗ്രാം, ലെങ്ത്തിന്റെ മീറ്റർ, ടൈമിന്റെ സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് എന്നും പറയാം. കാരണം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, എന്റെ യൂണിറ്റ് ആണ്.
അതാണ് ഇതിന്റെ ഇമ്പൾസ്. ഇനി ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, റേഡിയസിന്റെ ലെങ്ത് ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്. അപ്പൊ ലെങ്ത് എല്, ഫോഴ്സിന് എം എൽ ടി റേസ് ടു മൈനസ് ടു. അപ്പൊ എല്ലും ചേർന്നാൽ എന്താവും? എൽ സ്ക്വയർ. അപ്പോ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. അതാണ് ഇതിന്റെ ഡയമെൻഷൻ, ടോർക്കിന്റെ ഡയമെൻഷൻ. യൂണിറ്റ് എന്താ വരിക? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് ടു ആണ് ടോർക്ക്. ഓക്കെ, അടുത്ത ഫ്രീക്വൻസി. ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. 1 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. അപ്പോൾ ടൈം പീരീഡ് ആണ് ടൈം 1/t വിച്ച് ഈസ് ഈക്വൽ ടു ടി മുകളിലേക്ക് പോകുമ്പോൾ ടി റേസ് ടു മൈനസ് 1 അല്ലെ. ഈ ടി റേസ് ടു മൈനസ് 1 നമുക്ക് എന്തും പറയാറുണ്ട്, യൂണിറ്റ് സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്ന് പറയാം, അല്ലെങ്കിൽ ഹെഡ്സ് എന്നും പറയാറുണ്ട്, ഹെഡ്സ്. അതാണ് ഇതിന്റെ ഫ്രീക്വൻസി. ഇനി ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ 2π ഇൻറ്റു എഫ് ആണ്. ഈ ഫ്രീക്വൻസിനെ നമ്മൾ എഫ് എന്നും പറയാറുണ്ട് ഷോർട്ട് ആയിട്ട്. അപ്പൊ ഈ എഫ് ഫ്രീക്വൻസി ആണ്. അപ്പോ ഫ്രീക്വൻസി 2π നിങ്ങൾക്ക് അറിയാം, കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഫ്രീക്വൻസിയുടെ എന്ത് യൂണിറ്റ് ആണോ അത് തന്നെയായിരിക്കും എന്തിന്റെ ഡയമെൻഷൻ വരിക, എന്ത് യൂണിറ്റോ ഡയമെൻഷൻ ആംഗുലർ ഫ്രീക്വൻസിക്ക് വരെ. ഫ്രീക്വൻസി നിന്നായിരുന്നു ടി റേസ് ടു മൈനസ് 1 ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു മൈനസ് 1 ആണ് ഹെഡ്സ്, ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഇനി ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിളിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ വരിക? ഇതിന് ഡയമെൻഷൻ ഇല്ല, 1. ഡയമെൻഷൻ ഇല്ലെങ്കിൽ 1 എഴുതുക, ടൈമിന്റെ ടി. അപ്പൊ എന്താ വരിക? ടി റേസ് ടു മൈനസ് 1. അപ്പോൾ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു 1 ആണെങ്കിൽ ഹെഡ്സ് നമുക്ക് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ആംഗുലാർ ഫ്രീക്വൻസി അതാണ് എന്ത്? ആംഗുലാർ ഫ്രീക്വൻസിയുടെ അല്ല ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ 1 ടി റേസ് ടു മൈനസ് 1. ഈ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ ഇനി വരാൻ പോകുന്ന, നിങ്ങൾ +1 ബാക്കി പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങളത് പഠിക്കും. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് അറിഞ്ഞാൽ മതി, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെ ഡയമെൻഷൻ ആക്കി മാറ്റുക, യൂണിറ്റ് എഴുതുക എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പൊ ഞാനിവിടെ ഈ ഇക്വേഷൻ എഴുതിയിടുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ ഡയമെൻഷൻ ആക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ. ലെങ്ത് അല്ലേ? ലെങ്ത് നമ്മൾ എൽ എന്നല്ലേ ഡയമെൻഷൻ പറയാം. ഒറിജിനൽ ലെങ്ത് അതും എൽ. അപ്പോ ഈ എല്ലും എല്ലും ക്യാൻസൽ ചെയ്യാം, 1. അപ്പൊ ഇതിന് എന്തില്ല? നോ ഡയമെൻഷൻ. നോ ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിൻ എഴുതുന്ന സ്റ്റാർട്ട് വെച്ചോ, നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 0. കാരണം എം റേസ് ടു 0 1 ആണ്, എൽ റേസ് ടു 0 1 ആണ്, ടി റേസ് 1 × 1 × 1 1 തന്നെ. ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ട് എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു. ഡയമെൻഷൻ ഇല്ലെങ്കിൽ അതിന് എന്തും ഇല്ല, യൂണിറ്റ് ഇല്ല. അപ്പോൾ ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഉദാഹരണം ചോദിച്ചാൽ സ്ട്രെയിൻ പറയാം. ഓക്കെ അല്ലേ? ഇനി സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? എം എൽ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ഏരിയ എൽ സ്ക്വയർ ആണ്. അപ്പൊ ഈ എല്ലും ഈ എല്ലും മുകളിൽ താഴത്ത് 2 എല്ലും മുകളിൽ 1 എല്ലുണ്ട്, അത് വെട്ടിപ്പോയി. ഈ എല്ല് ഇവിടെ 1 ഉണ്ടാവും, മുകളിലേക്ക് പോകുമ്പോൾ എം എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 2. അതാണ് ഇതിന്റെ ഡയമെൻഷൻ, സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ വരിക? കിലോഗ്രാം. ലെങ്ത്തിന്റെ മീറ്റർ, മീറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. അപ്പൊ അതായി. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഐ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഇക്വേഷൻ എം ആർ സ്ക്വയർ എന്നാണ്. എം എന്ന് പറഞ്ഞാൽ മാസ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോ റേഡിയസ് ലെങ്ത് ആണ്, മാസിന്റെ എം ആണ്. അപ്പൊ എം എൽ സ്ക്വയർ എന്ന് വരും ഡയമെൻഷൻ, എം എൽ സ്ക്വയർ. ഓക്കെ ആണോ? ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? കിലോഗ്രാം. ലെങ്ത്തിന്റെ മീറ്റർ, അപ്പൊ 2 ഉണ്ട്, മീറ്റർ സ്ക്വയർ, ഇവിടെ സ്ക്വയർ ഉണ്ട്, മീറ്റർ സ്ക്വയർ. അതായി. എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ ഡയമെൻഷൻ
ml റൈസ് ടു -1 t റൈസ് ടു -2. അതാണ് സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, ഡയമെൻഷൻ ഒന്നും ഇല്ല, 1. അപ്പോ ഡയമെൻഷൻ എന്താ വരിക? എലാസ്റ്റിസിറ്റിയുടെ ml റൈസ് ടു -1 t റൈസ് ടു -2. അതിന്റെ ഡയമെൻഷൻ കിട്ടി. ഇനി നമുക്ക് യൂണിറ്റ് വേണം. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ലെങ്ത്തിന്റെ മീറ്റർ ആണ്. മീറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -2. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇതൊന്ന് സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നേരത്തെ നമ്മൾ വർക്കും കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതിനെ നമ്മളൊരു ഒരേ ഡയമെൻഷനുള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റി. അതിൽ നമുക്ക് ഈ ടോർക്കിനെയും കൂടെ ചേർക്കാം. കണ്ടോ? ml² t റൈസ് ടു -2. ഓക്കെ അല്ലേ? ഇനി ഇമ്പൾസിനെയും മൊമെന്റം p is equal to mv. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു mlt റൈസ് ടു -1. കണ്ടോ? മൊമെന്റവും ഇമ്പൾസിനും സെയിം ഡയമെൻഷൻ ആണ്. അപ്പൊ അത് അടുത്തൊരു പെയർ ആക്കി കൂട്ടാം. മൊമെന്റവും ഇമ്പൾസും ഒരു പെയറിൽ കൂട്ടാം. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ നോക്കിയാൽ മറ്റു കുറച്ച് പേഴ്സ് ഇട്ടുകൂടെ. കണ്ടോ? ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൂട്ടത്ത് കൂട്ടാൻ പറ്റും. ഒരേ ഡയമെൻഷൻ അല്ലേ? t റൈസ് ടു -1 t റൈസ് ടു -1. അപ്പൊ അതിനൊരു കൂട്ടത്ത് കൂട്ടാം. അപ്പൊ അടുത്ത പെയർ കിട്ടി. ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ എന്താ? ml റൈസ് ടു -1 t റൈസ് ടു -2. ഇത് തന്നെയാണ് എന്തിന്റെ ഡയമെൻഷൻ? നമ്മുടെ പ്രഷറിന്റെ ഡയമെൻഷൻ. പ്രഷറിന്റെ ഡയമെൻഷനും അതേ ഡയമെൻഷൻ തന്നെയാണ്. ml റൈസ് ടു -1 t റൈസ് ടു -2 ആണ്. അപ്പൊ പ്രഷറിനെയും സ്ട്രെസ്സിനെയും ഒരേ കൂട്ടത്ത് കൂട്ടാം. അതേപോലെ തന്നെ എലാസ്റ്റിസിറ്റിനെയും ഒരേ കൂട്ടത്ത് കൂട്ടാം. അപ്പൊ പ്രഷർ, സ്ട്രെസ്, എലാസ്റ്റിസിറ്റി, പ്രഷർ, സ്ട്രെസ്, എലാസ്റ്റിസിറ്റി, ഇതിന് മൂന്നിനും എന്താണ്? ഒരേ ഡയമെൻഷൻ ആണ്. അപ്പൊ അടുത്ത പെയർ കിട്ടി. ഓൾറെഡി ഞാനിപ്പോ ഒരു 3-4 പെയർ പറഞ്ഞ് ആ 3-4 പെയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെക്കുക. വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. പെയേഴ്സ് ഹാവിങ് സെയിം ഡയമെൻഷൻ ഇവിടെ എഴുതി വെക്കാം. കുറച്ചെണ്ണത്തിന് എഴുതി വെക്കാം. പ്രഷർ, സ്ട്രെസ്, പിന്നെ എലാസ്റ്റിസിറ്റി, ഒരു പേര് എലാസ്റ്റിസിറ്റി. ഓക്കെ. അടുത്ത പേര് ഇവിടെ ഉണ്ടല്ലോ, ഇമ്പൾസ് മൊമെന്റം, അടുത്ത പേര്. പിന്നെ നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി അടുത്ത പേര്. ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, അടുത്ത പേര്. പിന്നെ അടുത്ത പേര് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഏതാണ്? വർക്ക്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോർക്ക്. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണേ. നിങ്ങൾ നോട്ടിലാക്കുമ്പോൾ ഈ ഒരു 4 പേഴ്സ് ഒന്ന് എഴുതി വെക്കുക. പിന്നെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും എഴുതി വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരേ ഡയമെൻഷനിലെ ഡിഫറെന്റ് പേഴ്സ്. അപ്പൊ ഇനി കുറച്ചും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ വീഡിയോ അവസാനിപ്പിക്കാതെ നമുക്ക് അടുത്ത സെഷനിൽ പറയാം. അപ്പൊ എന്തായാലും വൃത്തിയിൽ എഴുതിയെടുത്തോ. ഇവിടെ ഞാൻ എഴുതിയത് കുറച്ച് പിന്നെ ചെറുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ബോർഡിന്റെ ഒരു മൂലയിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ഓക്കെ അല്ലേ? കുറച്ച് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും അതേപോലെ കോൺസ്റ്റന്റുകളെ കൂടെ ഡയമെൻഷൻ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നോക്കാം. നമുക്ക് ഫസ്റ്റ് ആംഗുലാർ ആക്സലറേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്? t റൈസ് ടു -1 ആണ്. ടൈമിന്റെ t ആണ്. അപ്പോൾ t റൈസ് ടു -1 ഡിവൈഡഡ് ബൈ t. നേരെ മുകളിലേക്ക് പോകുമ്പോൾ t റൈസ് ടു -1 ഈക്വൽ ടു t റൈസ് ടു -2. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് റൈസ് ടു -2 ആണ് ഇതിന്റെ യൂണിറ്റ്. അതാണ് ഇതിന്റെ ആംഗുലാർ ആക്സലറേഷൻ. ഇനി ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ mvr sin θ എന്നാണ്. ഈ സൈൻ തീറ്റ ഒരു കോൺസ്റ്റന്റ് ആണ്. അല്ല, ആംഗിൾ ആണ്. കോൺസ്റ്റന്റ് അല്ല, ആംഗിൾ ആണ്. ആംഗിളിൽ എന്തില്ല? നോ ഡയമെൻഷൻ. അപ്പോൾ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഡയമെൻഷൻ ചെയ്താൽ മതി. എം മാസ്, വി വെലോസിറ്റി, ആർ റേഡിയസ് ആണ്. മാസിന്റെ എന്താണ്? എം, വെലോസിറ്റി lt റൈസ് ടു -1,
പിന്നെ ഇത് എൽ, റേഡിയസ് ലെങ്ത് അല്ല എൽ. അപ്പൊ ഈ എല്ലും എല്ലും എൽ സ്ക്വയർ ആവും. അപ്പൊ എന്താ വരിക? ml സ്ക്വയർ ടി റേസ് ടു -1. ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? മാസ് കിലോഗ്രാം, ലെങ്ത് മീറ്റർ, അപ്പൊ സ്ക്വയർ ഉണ്ട്, സെക്കൻഡ് റേസ് ടു -1. അപ്പൊ അത് കിട്ടി. ഇനി അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എൻ എന്ന് പറയും. n ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഇത് വെലോസിറ്റി. വി എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗിവൺ മീഡിയം അല്ലെ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -1 ഡയമെൻഷൻ പഠിച്ചാണ്. അപ്പൊ ഇതിന്റെ എൽ ടി റേസ് ടു -1, എൽ ടി റേസ് ടു -1 രണ്ട് സ്പീഡാണ്. അപ്പൊ ഇതിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷനിൽ നമ്മൾ എങ്ങനെ എഴുതും? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 0. അപ്പൊ നോ ഡയമെൻഷൻ. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്ത മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കും. ഡയമെൻഷൻ ഇല്ലാത്ത മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ മുമ്പേ സ്ട്രെയിൻ പറഞ്ഞിരുന്നു. ആ സ്ട്രെയിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന സാധനമാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇത് രണ്ടും നിങ്ങളൊന്ന് സ്പെഷ്യൽ ആയിട്ട് പഠിക്കണം. ഇത് എന്തായാലും ഒന്ന് പഠിച്ചത്. ഇത് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ആദ്യം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. നിങ്ങൾ പഠിക്കും കേട്ടോ. ഇ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എനർജി. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഞാൻ എഴുതില്ല. ഈ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിന്റെ ഡയമെൻഷൻ അറിയാം, ടി റേസ് ടു -1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എച്ചിന്റെ ഡയമെൻഷൻ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ എച്ച് ഈക്വൽ ടു ഒന്ന് മാറ്റുക, ആ ന്യൂന് താഴ്ത്തുകൊണ്ടിരിക. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇ ഡിവൈഡഡ് ബൈ ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് എന്ന് എഴുതാം അല്ലെ. എന്തിനാ നമ്മള് ഗുണിക്കലല്ലേ, പ്രത്യേകം വരുമ്പോൾ ഹരിക്കലാവൂലേ. അപ്പൊ ഈ എച്ച് അവിടെ നിർത്തിയിട്ട് ന്യൂന് താഴ്ത്തുകൊണ്ടിരിക. ഈ എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് അറിയാം. അപ്പൊ എന്താ എനർജി ഡയമെൻഷൻ? എന്താ? ml സ്ക്വയർ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ ന്യൂ ഫ്രീക്വൻസി ആണ് ടി റേസ് ടു -1 അല്ലെ. അത് മുകളിലേക്ക് പോകും. അപ്പൊ എന്താവും? ml സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു -1. അപ്പൊ -2 -1 -3 ആവും ആഡ് ചെയ്യുമ്പോൾ. അപ്പോ ml സ്ക്വയർ ടി റേസ് ടു -3. ഇതാണ് എന്തിന്റെ ഡയമെൻഷൻ? നമ്മുടെ ഫ്രീക്വൻസി അല്ല, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താന്ന് വെച്ചാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -3. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഗുരുത്വാകർഷണ സ്ഥിരസംഖ്യ എന്നൊക്കെ നമ്മൾ പറയാം. നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. നിങ്ങൾക്ക് നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു gm1m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് ഗ്രാവിറ്റേഷണൽ ലോ ആണ്, ന്യൂട്ടന്റെ. അതിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ജിയുടെ ഡയമെൻഷൻ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷന് ജി ഈക്വൽ ടു എന്നാക്കണം. അപ്പോ ഇത് ആർ സ്ക്വയർ ഹരിക്കലാണ്, ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കലാവും. പിന്നെ m1 m2 ഗുണിക്കലാണ്, പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കലാവും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാൻ പറ്റും, എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2. ഇത് എഫ് ആറിനെ കൊണ്ടുപോവാ, പിന്നെ m1 m2 നിങ്ങൾ താഴ്ത്തുകൊണ്ടിരിക്കുക. m1 m2 ഈക്വൽ ടു ജി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ജിയുടെ ഇക്വേഷൻ ആയില്ലേ. ഇനി നമുക്ക് എഫിന്റെ ഡയമെൻഷൻ കൊടുത്തു നോക്കൂ. തിരിച്ചു എഴുതാം, ജി ഈക്വൽ ടു എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്തിന്റെ ഡയമെൻഷൻ വേണം? ജിയുടെ ഡയമെൻഷൻ. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാം. എന്താണ്? ml ടി റേസ് ടു -2 ഇൻറ്റു ആർ റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എൽ ആണ്, 2 ഉണ്ട്. അപ്പൊ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം, 2 എം ഉണ്ട്. അപ്പൊ എം ഇൻറ്റു എം. മാസ് ഇതോരോ മാസാണ്, അതിന്റെ എം, ഇത് മറ്റൊരു മാസാണ് എം. അപ്പൊ ഈ എമ്മും വെട്ടിപ്പോവാം. പിന്നെ ഈ എമ്മിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എം റേസ് ടു -1 ആയി. എം റേസ് ടു -1, ഈ എല്ലും എൽ ക്യൂബ് ആയി, ടി റേസ് ടു -2. ഇതാണ് എന്തിന്റെ ഡയമെൻഷൻ? നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. അപ്പൊ നമുക്ക് അതിന്റെ യൂണിറ്റ് എഴുതാം, കിലോഗ്രാം റേസ് ടു -1 kg മീറ്റർ ക്യൂബ് 3 ഉണ്ട്, ടൈം സെക്കൻഡ് റേസ് ടു -2 ആണ് ഇതിന്റെ യൂണിറ്റ്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് നമ്മൾ ഇക്വേഷനിലൂടെ കണ്ടെത്തിയിട്ട് അതിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലെ? ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ പെടുത്തിയിട്ടുണ്ട് ആരെ? നമ്മള് പ്ലെയിൻ ആംഗിളിനെയും സോളിഡ് ആംഗിളിനെയും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് യൂണിറ്റ് ഉണ്ട്, പക്ഷെ ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ബാക്കി ഒക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഒന്നെങ്കിൽ ഡിറൈവ്ഡിന്റെ കൂട്ടത്തിൽ വരും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ കൂട്ടത്തിൽ. ഫണ്ടമെന്റലും ഡിറൈവ്ഡിനും എന്തുണ്ട്? യൂണിറ്റ് ഉണ്ടാവും, ഡയമെൻഷൻ ഉണ്ടാവും,
പക്ഷെ ചിലതിന് എന്തുണ്ടാവില്ല, യൂണിറ്റും ഡയമെൻഷനും ഉണ്ടാവില്ല. ഈ സ്ട്രെയിനും പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ പോലത്തെ. അപ്പൊ അതിലെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആംഗിളിനെയും സോളിഡ് ആംഗിളിനെയും സപ്ലിമെന്ററി ആക്കി പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. അത് എന്തുകൊണ്ടാണ് യൂണിറ്റ് ഇല്ലാത്തതെന്ന്, അല്ല യൂണിറ്റ് ഉള്ളതും ഡയമെൻഷൻ ഇല്ലാത്തതാവും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആംഗിളിലും സോളിഡ് ആംഗിളിലും അല്ലെങ്കിൽ പ്ലെയിൻ ആംഗിളിലും സോളിഡ് ആംഗിളിലും ഡയമെൻഷൻ ഇല്ലാത്തത്? അതിന്റെ കാരണം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നോക്ക്, പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്ലെയിൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഫിഗർ ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇങ്ങനെ ഇത് റേഡിയസ് ആണ് ആറ്, ഇത് തീറ്റ, ഇത് ആംഗിള് തീറ്റ, ഇത് ആർക്ക് അല്ലെ? ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഈ നീളല്ലേ? ഇത് നമ്മൾ മെഷർ ചെയ്യ ലെങ്ത് അല്ലേ? റേഡിയസ് നമ്മൾ മെഷർ ചെയ്യ ലെങ്ത് അല്ലേ? അപ്പൊ ശരിക്ക് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എൽ ഡിവൈഡഡ് ബൈ എൽ എന്നല്ലേ? ആർക്ക് എന്ന് പറഞ്ഞാൽ എൽ, റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഡയമെൻഷൻ. അപ്പൊ ഇത് വെട്ടിപ്പോയിട്ട് എന്തായി? 1 ആയി, ഡയമെൻഷൻ ഇല്ല. പക്ഷെ യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. പക്ഷെ എന്തില്ല? നോ ഡയമെൻഷൻ. അപ്പോ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളിലും എന്തില്ല? യൂണിറ്റ് ഉണ്ട്, പക്ഷെ ഡയമെൻഷൻ ഇല്ല. അതൊന്ന് ഓർത്തിരിക്കണേ. അപ്പോൾ യൂണിറ്റ് ഉള്ളതും ഡയമെൻഷൻ ഇല്ലാത്തതായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഉൾക്കൊള്ളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഭാഗത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഡയമെൻഷൻ എന്നുള്ള കാര്യങ്ങൾ മൊത്തമായി, ഡയമെൻഷന്റെ എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തന്നിട്ട് ഡയമെൻഷൻ ആക്കിക്കൊണ്ട് യൂണിറ്റ് കണ്ടെത്തുന്ന പരിപാടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഭാഗത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ.